കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ സിപിഎമ്മിന് പ്രതീക്ഷയായി കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തിന് സിപിഎം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരണ തുടർച്ച നേടുമെന്ന് സംസ്ഥാന കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഒരുപോലെ വിലയിരുത്തുന്നു. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറിയെന്നാണ് സിപിഎം കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇടതുമുന്നണിക്ക് 73 സീറ്റുകൾ വരെ ലഭിക്കാം. എന്നാൽ പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് 80 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ്. സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് നൽകിയ കണക്കുകൾ പ്രകാരം LDF കഷ്ടിച്ച് ഭരണ തുടർച്ച നേടുമെന്നാണ് സൂചന. എന്നാൽ താഴെത്തട്ടിൽ നിന്നുള്ള പാർട്ടി റിപ്പോർട്ടുകൾ ഇതിലും അനുകൂലമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. 80 സീറ്റുകൾ നേടി കരുത്തുറ്റ ഭരണ തുടർച്ചയാണ് പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറിയെന്നാണ് സിപിഎം കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. മുസ്ലിം ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുന്നത്. ഇത്തവണ കേരളത്തിൽ BJP വൻ മുന്നേറ്റം നടത്തുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് 15 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചത് വിജയ സാധ്യത കൂട്ടുന്നു. കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം BJPയുടെ മുന്നേറ്റം CPMന് ഭരണ തുടർച്ചയ്ക്ക് സഹായമാകുമെന്നതാണ്. പല മണ്ഡലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ UDFന്റെ വിജയ സാധ്യതകളെയാണ് ബാധിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നത് ഭരണവിരുദ്ധ വികാരം ഭിന്നിക്കപ്പെടാൻ കാരണമാകുന്നു. ഇത് അന്തിമമായി LDFന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണമെന്നും പറയുന്നു. ഈ റിപ്പോർട്ടുകളൊന്നും ആരും സ്ഥിരീകരിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. കുറഞ്ഞത് 85 സീറ്റുമായി അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ. മീഡിയ ടൈം, കൊച്ചി.